നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, UK 2024 ജനുവരിയിൽ വീശിയ കൊടുങ്കാറ്റ് ഏതാണ്? UK 2024 ജനുവരിയിൽ വീശിയ കൊടുങ്കാറ്റ് ഏതാണെന്നാണ്. ഹെങ്ക് കൊടുങ്കാറ്റാണ്. ഹെങ്ക് കൊടുങ്കാറ്റാണ് UK വീശിയ കൊടുങ്കാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെയാണ്? പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെയാണ്? വൃന്ദാവൻ. ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് പെൺകുട്ടികൾ മാത്രമുള്ള സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ജനുവരിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി നിലവിൽ വന്ന സ്ഥലം ഏതാണെന്നാണ്. ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി നിലവിൽ വന്ന സ്ഥലം ഏതാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിലെ കവരത്തിയാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണിത് കവരത്തി. കവരത്തിയിലാണ് ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്നാണ്. പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന ജില്ല ഏതാണെന്നാണ്. ഏത് ജില്ലയാണ്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയാണ് കേരളത്തിൽ വേദിയാകുന്ന ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർലിങ്ക് ഡയറക്ട് ടു സെല്ല് സേവനത്തിനായി 6 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ഏത് കമ്പനിയാണെന്നാണ്. ആൻസർ വരുന്നത് സ്പേസ് എക്സ് ആണ്. സ്റ്റാർലിങ്ക് ഡയറക്ട് ടു സെൽ എന്ന പദ്ധതിക്ക് വേണ്ടി 6 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൃത്യ കലാനിധി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വസന്തലക്ഷ്മി നരസിംഹാചാരിക്കാണ്. വസന്തലക്ഷ്മി നരസിംഹാചാരിക്കാണ് അവാർഡ് ലഭിച്ചത്. ഏതാണ് അവാർഡ്? നൃത്യ കലാനിധി അവാർഡ്. നെക്സ്റ്റ്, 5 കിലോമീറ്റർ വനിതാ റോഡ് റേസിൽ ലോക റെക്കോർഡ് നേടിയ താരം ആരാണെന്നാണ്. ലോക റെക്കോർഡ് നേടിയ താരമാണ് റോഡ് റേസിലാണ്. ആരാണ്? ബിയാട്രീസ് ചെമ്പറ്റാണ്. ബിയാട്രീസ് ഒരു കെനിയക്കാരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണെന്നാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ CEO ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണെന്നാണ്. രഘുറാം അയ്യറാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനം നിർവഹിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഗോത്രവർഗക്കാര് മാത്രം അഭിനയിക്കുന്ന സിനിമ ഏതാണ്? ദബാരി കുരുവിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? പ്രിയാനന്ദനാണ് ദബാരി കുരുവി സംവിധാനം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഫസർ MK സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നാണ്. MT വാസുദേവൻ നായരാണ് MK സാനു പുരസ്കാരത്തിന് അർഹനായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണെന്നാണ്. 2024 2020 പുരുഷ ലോകകപ്പിന്റെ വേദി എവിടെയാണെന്നാണ്. USA വെസ്റ്റ് ഇൻഡീസ് ഈ സ്ഥലങ്ങളിലാണ് 2024 2020 പുരുഷ വേൾഡ് കപ്പിന്റെ വേദികൾ. നെക്സ്റ്റ്, ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണെന്നാണ്. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് ആര്? ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. നെക്സ്റ്റ്, UAEയുടെ യുവജന കാര്യമന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണെന്നാണ്. ഏത്? യുവജന കാര്യ മന്ത്രിയാണ് UAEയുടെ. ആരാണ്? സുൽത്താൻ അൽ നയാദിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. യുവജനകാര്യ മന്ത്രിയാണ്, അതുപോലെ തന്നെ ബഹിരാകാശ സഞ്ചാരിയുമാണ്. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം, റോഡ് നെറ്റ്വർക്കുകൾ ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ രാജ്യം ഏതാണെന്നാണ്. ഇന്ത്യയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയാണ് റോഡ് നെറ്റ്വർക്കുകൾ കൂടുതലുള്ള 2ാമത്തെ രാജ്യം. ഏറ്റവും കൂടുതലുള്ള 1ാമത്തെ രാജ്യം ഏതാണ്? അമേരിക്കയാണ് റോഡ് നെറ്റ്വർക്കുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്?
പാസ്പോർട്ട് പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്നാണ്? 68-ാം സ്ഥാനമാണ്. 68-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് പാസ്പോർട്ട് പവർ ഇൻഡെക്സിൽ. നെക്സ്റ്റ്, പഞ്ചായത്തിലെ സഹായത്തിനായി റോബോട്ടിനെ നിയമിച്ച ആദ്യ പഞ്ചായത്ത് സ്ഥാപനം ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് റോബോട്ടിനെ നിയമിച്ചത്. ഓക്കെ, എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയാണ്? കോട്ടയം ജില്ലയാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP ആരാണെന്ന്? ലോക്സഭാ മെമ്പറാണ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? NK പ്രേമചന്ദ്രനാണ്. NK പ്രേമചന്ദ്രനാണ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോൾഡൻ ഗ്ലോബ് 2024 മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണെന്നാണ്? ഗോൾഡൻ ഗ്ലോബ് 2024 മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളനാണ് ആൻസർ ആയിട്ട് വരുന്നത്. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫിയാണ് മികച്ച നടൻ. മികച്ച സഹനടൻ ആരാണ്? റോബർട്ട് ഡൗണി ജൂനിയർ ആണ് മികച്ച സഹനടൻ. ഈ അവാർഡുകളെല്ലാം ലഭിച്ചിരിക്കുന്ന സിനിമ ഏതാണ്? ഓപ്പൺ ഹെയ്മറാണ്. ഓപ്പൺ ഹെയ്മറിന്റെ സംവിധായകനാണ് ആര്? ക്രിസ്റ്റഫർ നോളൻ. അതുപോലെ തന്നെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയ ഓപ്പൺ ഹെയ്മറിലെ മികച്ച നടനാണ് കിലിയൻ മർഫി. ഓക്കെ, ഇത്രയാണ് 2024 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 വരുന്നത്. താങ്ക് യു.